ദൈവത്തിനു മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ജൂൺ 12. സ്വതന്ത്രമാക്കുന്ന അനുസരണം. നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്. തിന്നുന്ന നാളിൽ നീ മരിക്കും. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 16-17 വാക്യങ്ങൾ. കൗമാരക്കാരിയുടെ മുഖത്തെ ഭാവം പരിഭ്രമവും ലജ്ജയും പ്രതിഫലിപ്പിച്ചു. 2022 വിന്റർ ഒളിമ്പിക്സിലേക്ക് പോകുമ്പോൾ ഫിഗർ സ്കേറ്റർ എന്ന നിലയിൽ അവളുടെ വിജയം സമാനതകളില്ലാത്തതായിരുന്നു. ചാമ്പ്യൻഷിപ്പുകളുടെ ഒരു നിര അവളെ ഒരു സ്വർണ്ണ മെഡൽ നേടാനുള്ള ഒരു മികച്ച ഫോമിലാക്കിയിരുന്നു. എന്നാൽ പിന്നീട് ഒരു പരിശോധനാ ഫലം അവളുടെ സിസ്റ്റത്തിൽ നിരോധിത പദാർത്ഥം കണ്ടെത്തി. പ്രതീക്ഷകളുടെയും അപലപനങ്ങളുടെയും അപാരമായ ഭാരം അവളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതിനാൽ ഫ്രീ സ്കേറ്റ് പ്രോഗ്രാമിനിടെ അവൾ 1-ലധികം തവണ വീണു. വിജയികളുടെ പ്ലാറ്റ്ഫോമിൽ അവൾ നിന്നില്ല. മെഡലില്ല. ആരോപണത്തിനു മുമ്പ് അവൾ കലാസ്വാതന്ത്ര്യവും സർഗാത്മകതയും പ്രദർശിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു നിയമലംഘനത്തിന്റെ ആരോപണം അവളെ തകർന്ന സ്വപ്നങ്ങളിൽ തളച്ചിട്ടു. മനുഷ്യരാശിയുടെ ആദ്യ നാളുകൾ മുതൽ നാം നമ്മുടെ സ്വതന്ത്ര ഇച്ഛാശക്തി പ്രയോഗിക്കുമ്പോൾ അനുസരണത്തിന്റെ പ്രാധാന്യം ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അനുസരണക്കേട് ആദാമിനെയും ഹവ്വായെയും നമ്മെ എല്ലാവരെയും വിനാശകരമായ പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കുന്നു. പാപം നമ്മുടെ ലോകത്തിലേക്ക് തകർച്ചയും മരണവും കൊണ്ടുവന്നു. അത് അങ്ങനെ ആയിരിക്കേണ്ടിയിരുന്നില്ല. തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്കിഷ്ടം പോലെ തിന്നാം, ഒരെണ്ണം ഒഴികെ എന്ന് ദൈവം 2 പേരോടും പറഞ്ഞിരുന്നു. തങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടുമെന്നും, അതായത് അവർ ദൈവത്തെ പോലെ ആകുമെന്നും കരുതി അവർ വിലക്കപ്പെട്ട നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം ഭക്ഷിച്ചു. പാപവും അപമാനവും മരണവും പിന്നാലെ വന്നു. നമുക്ക് ആസ്വദിക്കാനുള്ള സ്വാതന്ത്ര്യവും ധാരാളം നല്ല കാര്യങ്ങളും ദൈവം കൃപയോടെ നൽകുന്നു. സ്നേഹത്തിൽ നമ്മുടെ നന്മയ്ക്കായി ദൈവത്തെ അനുസരിക്കാൻ ദൈവം നമ്മെ വിളിക്കുന്നു. അനുസരണം തെരഞ്ഞെടുക്കാനും സന്തോഷം നിറഞ്ഞതും ലജ്ജിക്കേണ്ടതില്ലാത്തതുമായ ജീവിതം കണ്ടെത്താനും ദൈവം നമ്മെ സഹായിക്കട്ടെ. ചിന്തിക്കുക, ലോകം സ്വാതന്ത്ര്യത്തെ എങ്ങനെയാണ് കാണുന്നത്? ദൈവത്തെയും ദൈവത്തിന്റെ വഴികളെയും അനുസരിക്കുന്നത് ആത്യന്തികമായി സ്വാതന്ത്ര്യം നൽകുന്നത് എന്തുകൊണ്ട്? ദൈവത്തിനു മഹത്വം.